Anand kuda venaayirunnu. We should also have been there. Anand, I have learned a lot of things from Anand. കാരണം Anand was part of us right from the beginning. അല്ലല്ല, why I'm telling is that ഞാൻ എന്തുകൊണ്ട് ആനന്ദിനെ പറഞ്ഞ അത്രയും കമ്മിറ്റഡ് ആണ്. He's that embedded with BNI. കാരണം ഞാൻ പറയുന്നത് each one of us should be like that. നമ്മളെല്ലാവർക്കും ഒരു എന്താണ് thank you very much. Love you all. Let's bonding strengthen ചെയ്ത് കുറേ കൂടെ അടിപൊളിയാക്കാം. Thank you. Good morning, BNI. Yes, good morning. ഈ ST40 വരുമെന്നും ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്നെ ഇതിലോട്ട് റെക്കമെൻഡ് ചെയ്തവർക്കും എനിക്ക് തന്നവർക്കും വളരെയധികം നന്ദി. ഇതൊരു ഭയങ്കര വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. പല ഓർഗനൈസേഷനിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പല രീതിയിലും പല ലെവലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഒന്ന് ഡീൽ ചെയ്യാന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടാന്നാണ് പറഞ്ഞത്. കാരണം ഇതൊരു വലിയൊരു പണിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പല ഇങ്ങനെ സംസാരങ്ങളിലും എനിക്ക് തോന്നി, ഓക്കെ, നമ്മളെപ്പോഴും നമുക്ക് എപ്പോഴാണ് എന്തിനാണോ പേടിക്കുന്നത് അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തിനോടും പേടി തോന്നുന്നു അത് നമ്മൾ പുറകിലോട്ട് പോകാതെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ ചാലഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് എനിക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനൊരു സംഭവത്തെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് മേക്കപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ നെക്സ്റ്റ് ടൈം നമുക്ക് പല തരത്തിലുള്ള പ്ലാനുകൾ ഉണ്ട്, പക്ഷേ പലപ്പോഴും എല്ലാ പ്ലാനുകളും വർക്കൗട്ട് ചെയ്യാറില്ല. എന്താ മലപ്പുറം അവസാനം മലപ്പുറം കത്തി വഴിപോളൊക്കെ പറഞ്ഞ് ഒന്നും നടത്തില്ല. പക്ഷെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ചെയ്താൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റും. ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ട്രിവാൻഡ്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വൈബുള്ള, പലരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അങ്ങനത്തെ ഒരു വൈബുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ ഭയങ്കര പൊളിയാണെന്നുള്ള രീതിയിൽ നമ്മൾ പല ഇവൻസിലൊക്കെ പോകുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഇതിപ്പോൾ ഒരു ടൂറിൽ നിൽക്കുന്ന ഒരു ചാപ്റ്ററിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം നമുക്കിപ്പോൾ 99 എത്തുന്നത് വളരെ ഈസിയാണ്. 99.5 കുറച്ചും കൂടെ ടഫാണ്. 99.9 എന്ന് പറഞ്ഞാൽ വളരെ ടഫാണ്. 99.9 to 100 ഈസ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട്. കാരണം നമ്മൾ സോഫ്റ്റ്വെയറിൽ തന്നെ നമ്മളിപ്പോൾ 99.9% എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമാണ്. പക്ഷേ 100% എത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് എത്തുക മാത്രമല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിനെക്കാട്ടി ഡിഫിക്കൽട്ടായിട്ട് ഇതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനുള്ളൊരു സംഭവമാണ്. കാരണം ഇതിനെ എങ്ങനെ നിലനിർത്തുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മോസിനോടാണെങ്കിലും എല്ലാവരോടാണെങ്കിലും പറയുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ഈ ST40 ഞങ്ങളിട്ടൊരു ടാഗ് ലൈൻ ഉണ്ട്. അതായത് എന്താന്ന് പറയാം, ബി ഡിഫറെൻറ്റ്, തിങ്ക് ഡിഫറെൻറ്റ്, ബി ഡിഫറെൻറ്റ്. അത് മാത്രമാണ് ഞാൻ ആക്ച്വലി എല്ലാവരെയും ഒന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് വി ഷുഡ് മേക്ക് 1% ഡിഫറൻസ് ഇൻ വാട്ട് വി ഡു. ഓക്കെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അറ്റ്ലീസ്റ്റ് 1% ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ തന്നെ 50 മെമ്പേഴ്സ് മേക്കിംഗ് 50% ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ടാർഗറ്റ് ചെയ്യുക. പിന്നെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് ഒരു 3 പേരുടെയോ 5 പേരുടെയോ ഒരു എഫേർട്ട് അല്ല, ഇതെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും എഫേർട്ടാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം എവിടെ മീറ്റിംഗിൽ വിസിറ്ററായിട്ട് വന്നത് നമ്മുടെ സുമന്താസൊക്കെ ഉള്ള സമയത്താണ് ഞാൻ വിസിറ്ററായിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇഫ് യു വോണ്ട് ടു ബി എ മില്ലിയനർ, ബി വിത്ത് എ മില്ലിയനർ എന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ നേരത്തെ സൂര്യനോട് പറഞ്ഞിരുന്നു. അതായത് നമ്മളിപ്പോൾ ഞാനൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളല്ല. അപ്പോൾ എൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൂട്ടുകൂടുന്നത് നമ്മൾ ആരെയാണോ ഫ്രണ്ട്സായിട്ട് സെലക്ട് ചെയ്യുന്നത് അവരുടെ ഇൻഫ്ലുവൻസ് നമ്മളിലുണ്ടാവും. ഓക്കെ, നമ്മളൊരു കുറച്ച് പാട്ടുകാരോട് കൂടി വരികയാണ്, നമുക്കൊരു പാട്ടിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മുടെ സിനിമ ഭ്രാന്തന്മാരോട് കൂടിയാണ് ഇരിക്കുന്നത്, നമുക്ക് സിനിമയിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് അപ്പോൾ എൻ്റെ ബിസിനസ് ഞാൻ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യം എനിക്ക് കുറെ റഫറൽ കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറെ ബിസിനസ് ഉണ്ടാക്കാമെന്നോ എന്നുള്ളൊരു ഹോപ്പിലല്ല ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഒരിക്കലും പറയാറില്ല. ഈ കിട്ടോ കുറച്ചാണ് കിട്ടുന്നതെങ്കിലും എനിവേ ഞാൻ എപ്പോഴും നോക്കുന്നതറിയോ, ഞാൻ കുറച്ച് ബിസിനസ് ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ തരത്തിലുള്ള തോട്ടുകളായിരിക്കും കൂടുതലും വരുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു എൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ വരുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ
സൂര്യനോട് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്നത് KK സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരു DNA ചാപ്റ്റർ എന്ന് നമ്മൾ നിൽക്കാതെ ഈ ട്രിവാൻഡ്രത്ത് തന്നെ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് മാറണം. അതായത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കുറച്ച് റെഫറൽ കിട്ടുക എന്നുള്ള ഒരു ഇന്റൻഷനിൽ അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ ബിസിനസ് വളരണം. ഇവിടെ നിന്ന് കിട്ടുന്ന റെഫറൽ അല്ല, ഇൻ കേസ് എവറിഥിങ്, എവറി മേഖലകളിൽ അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാകണം. ഓക്കെ, അതാണ് ഞാൻ ഇപ്പോൾ ബിന്ദു ചേച്ചി ഒരു എക്സാമ്പിൾ പറഞ്ഞു. അവർ ചിലപ്പോൾ ഒരു ബിസിനസ് മേഖലയിൽ നിന്ന് വരുന്നവരല്ല, അത് പലരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ സുമിയായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ. ഇവരാരും ബിസിനസ് മേഖലയിൽ നിന്ന് വരുന്നവരല്ല, പക്ഷെ നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഒരാളുമായിട്ട് ഒരു ചോദ്യം ചോദിക്കും. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ മെമ്പേഴ്സിനെ, എൻ്റെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്ലിസ് സാറിനോ അല്ലെങ്കിൽ KKയുടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അഡ്വൈസ് കിട്ടും, എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊരു ഫിനാൻഷ്യൽ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഒരു തരത്തിൽ എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോയി പറയാൻ പറ്റത്തില്ല, എൻ്റെ അച്ഛനും അമ്മയോട് പറയാൻ പറ്റില്ല, കാരണം അവർക്കത് അറിയിച്ചില്ല, അവരത് ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഗ്രൂപ്പിനോട് എനിക്ക് ഡിസ്കസ്, ഇപ്പോൾ ഞാൻ റോട്ടറിയിൽ മെമ്പറാണ്, അവിടെ എനിക്ക് പോയി ആക്ച്വലി എല്ലാവരോടും അത് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമ്മൾ ബിസിനസ്സിന് വേണ്ടി മാത്രം ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത്, മനസ്സിലായി? ഇതാണ് നമ്മുടെ പയറും കഞ്ഞി. അതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു തരത്തിലൊരു എഫേർട്ട് ഇടണം. അപ്പോൾ ഞാൻ ബോസിനോട് എല്ലാവരോടും പറയുന്നതും സംസാരിച്ചപ്പോൾ പറയാം, നമുക്ക് എന്ത് ഡിഫറൻസ് നമ്മളുടെ ഓരോരുത്തരിലും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ മോസിനായിട്ട് ഇന്ന് ഓരോ കാര്യങ്ങളിപ്പോൾ ഓരോ കോർഡിനേറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മോസിനോട് പറഞ്ഞു ഇതാണ് അവരുടെ റോൾ, ഇതാണ് അവരുടെ. അപ്പോൾ ഞാൻ ചോദിച്ചത് വാട്ട് ക്യാൻ ബി എ ഡിഫറൻസ്, വാട്ട് ഡിഫറൻസ് വി ക്യാൻ മേക്ക്, എന്ത് ഡിഫറൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നത്, നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ എന്ത് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. അറ്റ്ലീസ്റ്റ് 1% ഡിഫറൻസ് വി ക്യാൻ മേക്ക്, ദാറ്റ് ഈസ് എ സക്സസ്. ഇപ്പോൾ നമ്മൾ 100-ലാണ് നിൽക്കുന്നത് പറഞ്ഞു, പക്ഷേ ഐ ആം നോട്ട് റിയലി വറീഡ് അബൌട്ട് നമ്മൾ 100-ലാണോ 90-ലാണോ എന്നുള്ളതല്ല. കാരണം അത് ഒരു സൈഡ് എഫക്റ്റ് ആണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ ഒരു നമ്പറിൽ ഒരു ടോപ്പിൽ എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡെഫിനറ്റ്ലി ബി ദ, അതല്ല നമ്മുടെ ഗോൾ, അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഗോൾ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ 6 മന്ത്സിലെ ഇനീഷ്യൻ്റെ ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ, മൈ ഗോൾ ഈസ് എവരിബഡീസ് വിസിബിലിറ്റി. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഗോൾ. അത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ വിസിബിലിറ്റിയാണ് ബിസിനസ്സിന് ഏറ്റവും വേണ്ടത്. ഓക്കെ, നമ്മുടെ ബിസിനസ് ഇവിടെ ഉണ്ടെന്നറിയണം. അതിനാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് കാശ് കൊടുക്കുന്നത്, നമ്മൾ ഹോർഡിങ്സ് വയ്ക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രൊമോഷൻസ് വിടുന്നതെല്ലാം നമ്മുടെ വിസിബിലിറ്റി വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വിസിബിലിറ്റിയാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ബോണ്ടിങ്. കാരണം നമ്മളെല്ലാവരും ഓരോ ബേസിക്കലി ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങൾ എടുക്കുക, റിലയൻസ് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ വാൾമാർട്ട് എടുക്കുക. വാൾമാർട്ടിന് ഇന്ത്യയിൽ പറഞ്ഞെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും അവർക്കൊരു ഷോപ്പ്, വാൾമാർട്ടിൻ്റെ ഒരു ഷോപ്പ് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. അത്രയും നടക്കുന്ന കാര്യമില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയ കൺട്രിയാണ്. അപ്പോൾ അവരുടെ ഏറ്റവും ഈസിയസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഏതെങ്കിലും സാധനത്തെ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ റിലയൻസ് ആണെങ്കിൽ അവർക്കൊരു ഇൻഡസ്ട്രിയിലോട്ട് വരണമെങ്കിൽ അവരെന്താ ഇവിടെ എല്ലാ കമ്പനികളും ചെയ്യുന്നതാണ്. അവർ ഇൻഡസ്ട്രിയിലോട്ട് വരണമെങ്കിൽ അവർ അക്വയർ ചെയ്യും, ഒരു കമ്പനിയെ അക്വയർ ചെയ്യും. അപ്പോൾ അവർക്ക് ആ ഒരു മൊത്തം ഇൻഡസ്ട്രിയിൽ കിട്ടും. അതുപോലെയാണ് ആക്ച്വലി ചാപ്റ്റർ വർക്ക് ചെയ്യേണ്ടത്. അതായത് നമുക്ക് വേണ്ട, നമ്മളെല്ലാവരും ഒരു കമ്പനിയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഒരു കമ്പനിയാണ്. അതായത് വി ആർ ലൈക്ക് മേ ബി ബിസിനസ് ഇസ് എ കോർപ്പറേറ്റ്. അപ്പോൾ എനിക്കിപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലോട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റെസ്റ്റോറൻറ്റ് അക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മുടെ ചാപ്റ്ററോട് വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞ കോർപ്പറേറ്റിന് ഒരു കാറ്റഗറി, ഒരു ബിസിനസ് കൂടിയുണ്ട്. സോ നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാതെ ഈ ബില്ലിനേഴ്സിന്റെ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും ഈ ബില്ലിനേഴ്സ് എന്ന് പറയുന്ന കോർപ്പറേറ്റിന്റെ ഓരോ ഘടകങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ സബ് ബിസിനസ്സുകളാണ്. അപ്പൊ എന്റെ ബിസിനസ് എന്ന് പറയാതെ ഇത് നമ്മുടെ ബിസിനസ്സാണ്. ഓക്കെ, നൗ ആസ് എ ഓൺട്രപ്രനർ എനിക്കിപ്പോ കാർ ഡീറ്റെയിലിംഗ് ഉണ്ട്, എനിക്കിപ്പോ ബോട്ടിക് ഉണ്ട്, എനിക്കിപ്പോ പ്ലാൻസ് ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്. ദാറ്റ് ഈസ് മൈ ബിസിനസ്. കാരണം ഇപ്പൊ എനിക്ക് അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെർട്ടെക്സ് ഉണ്ട്, പ്രൈവറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം എനിക്കിപ്പോ ആർട്ടേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ സോഫ്റ്റ്വെയർ ഉണ്ട്. ദാറ്റ് ഈസ് ഹൗ വി ഷുഡ് കൊളാബറേറ്റ്. അതാണ് BNA പറയുന്നത്. കോമ്പറ്റീഷൻ അല്ല, കൊളാബറേഷൻ ആണ്. അപ്പൊ എൻ്റെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റും അതാണ്, നമ്മൾ അങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ ഒരു ബിസിനസ്സാണ്, ഇതെല്ലാം നമ്മുടെയിലോട്ടുള്ള ബിസിനസ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് എ ഡിഫറൻസ്. സോ ഇനി ലെറ്റ് മീ കൺക്ലൂഡ്. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ലോട്ട്. നമ്മുടെ അടുത്ത പ്രസന്റേഷനിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്ലാനുകളെ കുറിച്ചും നമ്മുടെ വിഷനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് മീറ്റിംഗിൽ
ആണത് ആനന്ദ് വിളിക്കുമ്പോ ഞാൻ ആദ്യം നോവാ പറഞ്ഞത്. ആനന്ദിനെ പറഞ്ഞു എടുത്ത് ചാടി നോ പറയുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കാന്നൊക്കെ. ഇപ്പൊ എനിക്കൊരു പേടിയും തോന്നില്ല. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളൂ. എല്ലാവരും മീറ്റിങ്ങിന് വരണം. 7:30 എത്തണം. പിന്നെ മീറ്റിങ്ങിന്റെ ഫീ തരണം. അത് വലിയ തലവേദന. അതൊന്ന് സേവ് ചെയ്ത് എല്ലാവരും ഒന്ന് ഓർക്കുക. എല്ലാവരും മീറ്റിങ്ങിന് വരിക. കഴിഞ്ഞ മീറ്റിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എല്ലാവരും മീറ്റിങ്ങിന് വരിക ചെയ്യുക. ഒരു ഫാമിലിയാണ്. ഞാൻ ആക്ച്വലി മീറ്റിങ്ങിന് വരുന്നതിന് ഒരു എന്താ പറയാ ഒരു വൈബാണ്. അതിനാണ് ഞാൻ മീറ്റിങ്ങിന് വരുന്നത്. അല്ലാണ്ട് ബിസിനസ് എന്ന് പറയുന്നതിനേക്കാളും എല്ലാവരെയും കാണുക, വർത്താനം പറയാ. എനിക്ക് മീറ്റിംഗ് കഴിഞ്ഞ് പോകാനേ തോന്നാറില്ല. താങ്ക് യു സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ. നമ്മുടെ മീറ്റിംഗിലെ കഴിഞ്ഞിരിക്കും ഗൈസ്.